Good morning. We are discussing about the accounting treatment of consignment transactions. The accounting procedure consists of in the books of the consignor. The consignor prepares two accounts. One is consignment account and other one is the consignee's account. The consignment account is prepared to know the profit or loss of each consignment, and the consignee's account is prepared to know the amount due from the consignee. And usually there are two methods of pricing the goods sent on consignment under consignment system. Here the consignor sent goods to the consignee either at cost price or at a selling price, that is invoice price. Consignor send goods to the consignee either at a cost price or at a invoice price. Invoice price means selling price. Here firstly we are dealing with the transactions or the entries in case of the cost price method. Here under cost price method the goods are sent by the consignor to the consignee at a cost price. Here in this case the consignee know the profit earned by the consignor out of the consignment business. The consignor send goods to the consignee at a cost price, then adding certain percentage of cost, then as profit the consignee send goods to the customers. Therefore the consignee know the profit margin. Here suppose the consignor may send goods at rupees, goods cost at rupees 100 per unit, then the consignor direct the consignee to add 20% profit and sell the product at rupees 120 per unit. That is cost price method. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ കോസ്റ്റ് പ്രൈസിലാണ് കൺസൈനിക്ക് ഗുഡ്സ് അയച്ച് കൊടുക്കുന്നത്. മേ ബി ദ കോസ്റ്റ് പ്രൈസ് 100 റുപ്പീസ് എന്നറിയാം, ഒരു യൂണിറ്റിന് 100 രൂപ. ദെൻ കൺസൈനർ പറയുന്നതാണ് 20% പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, 120 റുപ്പീസിന് സോൾഡ് ചെയ്യുക. കോസ്റ്റിനോടുകൂടി 100 രൂപയോടുകൂടി 20%, ദാറ്റ് ഈസ് 20 റുപ്പീസ് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, 120 റുപ്പീസിന് എന്ത് ചെയ്യുക, 120 റുപ്പീസിന് സോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൺസൈനിക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് 20% ആണ് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത്. അതാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ജേണൽ എൻട്രീസ് നോക്കാം. എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനർ. നമ്മൾ ആദ്യം കൺസൈനറുടെ ബുക്സാണ് ചെയ്യുക. കൺസൈനർ ഏതൊക്കെ അക്കൗണ്ടാണ് ചെയ്യുന്നത്, ഒന്ന് കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ കൺസൈനീസ് അക്കൗണ്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് എൻട്രി നോക്കാം. ഫസ്റ്റ് എൻട്രി പറയുന്നത് ഫോർ സെൻഡിങ് ഗുഡ്സ് ടു ദി കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ, കൺസൈനറുടെ ബുക്സാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ എൻട്രി ഫോർ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ബൈ ദി കൺസൈനർ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസ് അല്ലേ, ഫ്രൈറ്റ് ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ ക്യാരേജ് എക്സ്പെൻസസ്, ദെൻ ഡ്യൂട്ടി ചാർജസ്, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇൻഷുറൻസ്. അപ്പോൾ കൺസൈനർ ഇൻകർ ചെയ്യുന്ന ആ എക്സ്പെൻസസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ബൈ ദി കൺസൈനറുടെ എക്സ്പെൻസ് എന്ത് ചെയ്യണം, എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ചെയ്യണം, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ ഇത് സമ്മർഡ് ഈക്വൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഏതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈക്വലാണ് അല്ലേ. ഇൻകം ഒരു സൈഡിലും എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലും, ഇൻകം ക്രെഡിറ്റ് സൈഡിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസ് ആണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ദെൻ തേർഡ് വൺ ഫോർ റിസീവിങ് അഡ്വാൻസ് ഫ്രം ദി കൺസൈനിയിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, കൺസൈനിൽ നിന്ന് അഡ്വാൻസ് കിട്ടുക അല്ല സാധാരണ പോലെ തന്നെ റിസീവിങ് ദ ഫണ്ട് എമൗണ്ട് ഫ്രം ദി
കൺസൈനിന്ന് എമൗണ്ട് കിട്ടും. ഒരാളിൽ നിന്ന് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ അല്ലേ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അല്ലെ ബാങ്ക് അല്ലെ ബിൽസ് റിസീവ്ഡ് ആയിരിക്കാം. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവ്ഡ് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക അല്ലേ. ദെൻ അത് എന്താണ്, റിയൽ അക്കൗണ്ടാണ്, അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, കൺസൈനി പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ കൺസൈനീസ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ആരാണ് കൊടുത്ത് അവരെന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. ദെൻ തേർഡ് വൺ, ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി. ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി കൺസൈനി ഇൻകർ ചെയ്ത എക്സ്പെൻസസ്. ഓക്കെ, ആദ്യം കൺസൈനർ ഇൻകർ ചെയ്ത എക്സ്പെൻസ് പറഞ്ഞു. ദെൻ ഇനി കൺസൈനി ഇൻകർ ചെയ്ത എക്സ്പെൻസസ് അല്ലേ. എക്സ്പെൻസ് ആണ്, അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരണം. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഹിയർ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. അത് കൺസൈനീസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് അല്ലേ. കൺസൈനി എൻകർ ചെയ്ത എക്സ്പെൻസസ്. അതായത് ഇപ്പോൾ എന്ത് ചെയ്യുക, കൺസൈനി അതായത് ഇപ്പോൾ ഗുഡ്സ് നോക്കാം, അതിലേക്ക് വരാം. ഗുഡ്സ് സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യണം, ആ കൺസൈനർ കൊടുക്കണം അല്ലേ. അപ്പോൾ കൺസൈനി ഇൻകർ ചെയ്ത എക്സ്പെൻസ് ലെസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ബാലൻസ് എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ 1,00,000 റുപ്പീസ് 1 lakh അല്ലേ. കൺസൈനി സോൾഡ് ഗുഡ്സ് വർത്ത് റുപ്പീസ് 1 lakh, 1 lakh റുപ്പീസിൻ്റെ ഗുഡ്സ് സോൾഡ് ചെയ്തു. ദെൻ കൺസൈനിക്കുള്ള ബെനിഫിറ്റ് എന്താണ്, കമ്മീഷനും അതുപോലെ എന്താണ്, കമ്മീഷനും അതുപോലെ തന്നെ കൺസൈനിൻ്റെ എക്സ്പെൻസ് ലെസ് ചെയ്യാം അല്ലേ. 1 lakh റുപ്പീസിൽ 5% കമ്മീഷൻ, മേ ബി 5,000 റുപ്പീസ് കമ്മീഷൻ ലെസ് ചെയ്തു. ദെൻ 2,000 റുപ്പീസ് കൺസൈനിൻ്റെ എക്സ്പെൻസ് ലെസ് ചെയ്തു. ബാക്കി 93,000 റുപ്പീസ് എന്ത് ചെയ്താൽ മതി, കൺസൈനർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കൺസൈനർ കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, ഈ എക്സ്പെൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഫോർ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ അഞ്ചാമത്തേത്, ഫോർ സെയിൽസ് ബീങ് മെയ്ഡ് ബൈ ദ കൺസൈനി ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ ഇൻകം ആണ് അല്ലെ. ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ ഇൻകം ആണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരണം. സെയിൽസ് അല്ലേ, സെയിൽസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരണം അല്ലേ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ക്രെഡിറ്റ് സൈഡിൽ. അതേപോലെ തന്നെ അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആ എമൗണ്ട് ആരുടെ അടുത്ത് നിന്ന് കിട്ടാണ്ട്, കൺസൈനിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ കൺസൈനിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. കൺസൈനിൽ നിന്നും സെയിൽസ് ഇപ്പോൾ 1 lakh റുപ്പീസ് ആണ്, 1 lakh റുപ്പീസ് അല്ലേ. കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. 1 lakh റുപ്പീസ് ആണ്, 1 lakh റുപ്പീസ്. അത് കൺസൈനിൽ നിന്ന് 1 lakh റുപ്പീസ് കിട്ടണം. ഈ എമൗണ്ട് എന്ത് ചെയ്യാം, ആ കൺസൈനിക്ക് കൊടുക്കാനുള്ള കമ്മീഷനും കൺസൈനി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫോർ സെയിൽസ് ബീങ് മെയ്ഡ് വിത്ത് കൺസൈനീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഫോർ ദ കമ്മീഷൻ ഓഫ് ദ കൺസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ കൺസൈനിക്കുള്ള കമ്മീഷൻ അല്ലേ. ഫോർ ദ കമ്മീഷൻ ഓഫ് ദി കൺസൈനിയുടെ കമ്മീഷൻ അല്ല, എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് ആർക്കുള്ള എക്സ്പെൻസ് ആ എമൗണ്ട് ആരുടെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം, കൺസൈനിയുടെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻട്രി എങ്ങനെ വരും, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനീസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എക്സ്പെൻസ് ആയതുകൊണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരും. ഓക്കെ, ദെൻ വൺ മോർ, ഫോർ റിസീവിങ് ദ ബാലൻസ് ഡ്യൂ ഫ്രം ദ കൺസൈനി അല്ലേ. കൺസൈനിന്ന് എമൗണ്ട് കിട്ടുമ്പോൾ ഇനി അല്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് കിട്ടണം. അപ്പോൾ എമൗണ്ട് കിട്ടുമ്പോൾ എന്താണ്, അഡ്വാൻസ് കിട്ടുമ്പോൾ എന്താ എൻട്രി എഴുതി, അതേപോലെ തന്നെ എൻട്രി തന്നെ സെയിം എൻട്രിയാണ് ഒരു എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ഓർ ബിൽസ് റിസീവ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, കൺസൈൻമെൻറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് വരുന്നതെങ്കിൽ പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് വരുന്നതെങ്കിൽ ലോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ടു P&L അക്കൗണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. ലോസ് ആണെങ്കിലോ P&L അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ് വരും. ഓക്കെ, ആൻഡ് ഫൈനലി then at the end of the account year the goods sent on consignment account is transferring the balance to the trading account. അപ്പോൾ എന്ത് ചെയ്യുക, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അല്ല, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അതായത് നമ്മൾ പിന്നെ ഗുഡ്സ് ആദ്യം അയച്ചു കൊടുക്കുമ്പോൾ എൻട്രി പറഞ്ഞല്ലോ അല്ല, ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ എൻട്രി എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞതല്ലേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം എന്ത് ചെയ്യുക, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയും
അത് കമ്പൾസറി അല്ല, ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ബൈ കൺസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഇങ്ങോട്ട് മാറ്റുക, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിൻ്റെ സ്പെസിഫിൻ നോക്കിയേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ സ്പെസിഫിൻ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സ്പെസിഫിൻ എങ്ങനെ എഴുതി നോക്കാം അല്ലേ. ഗുഡ്സ് അയക്കുമ്പോൾ ഡെബിറ്റ് സൈഡ് നോക്കി ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, അപ്പോൾ ആദ്യം ഗുഡ്സ് സെൻഡ് ചെയ്തത്, ദെൻ ടു ക്യാഷ് അല്ലേ, കൺസൈനർ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസസ്, ദെൻ ടു കൺസൈനീസ് അക്കൗണ്ട്, കൺസൈനിയുടെ എക്സ്പെൻസസ്, ദെൻ ടു കൺസൈനീസ് അക്കൗണ്ട്, കൺസൈനിയുടെ കമ്മീഷൻ. ഓക്കെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈനീസ് അക്കൗണ്ട്, സെയിൽസ് ആണ് ബൈ കൺസൈനീസ് അക്കൗണ്ട്, അത് ബാലൻസ് ചെയ്യുക, നമുക്ക് പ്രോഫിറ്റ് അല്ലെ ലോസ് കിട്ടും. ഡെബിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുക, ക്രെഡിറ്റ് ആണെങ്കിൽ ലോസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡാണ് വരിക, ബൈ P&L അക്കൗണ്ടിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. കോസ്റ്റ് പ്രൈസ് മെത്തേഡിലുള്ളതാണ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ സിമ്പിൾ മെത്തേഡാണ്. അപ്പം ഈ ജേണൽ എൻട്രീസ് എഴുതുക, അതുപോലെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും വരയ്ക്കുക. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം നാളെ സോൾവ് ചെയ്യാം. ഓക്കെ.